ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടുകൾ ജസ്റ്റ് നമുക്ക് ഇനി മഴക്കാലം വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കാനുള്ള കുറച്ച് കെയർസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ളത്. ഓക്കെ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഏകദേശം നമ്മളതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പലർക്കും അറിയില്ലാത്തവർ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും. ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്കൊരു കാറ്റസ് വെറൈറ്റീസ് ആണ്. കാറ്റസ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കിതിന് അത്യാവശ്യം വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറവായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അംശം വളരെ കുറവെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളായിട്ട് കൂടുതൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരാഴ്ചയിൽ ഒരിക്കൽ അതിന് വെള്ളമൊക്കെ കൊടുത്താലും മതി, എന്നാലും കുഴപ്പമില്ലാതെ നിൽക്കും. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വേനൽ സമയമാണെങ്കിൽ മാത്രം നമുക്ക് വെള്ളം കൂടുതൽ കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് മെയിനായിട്ട് നടാൻ വേണ്ടി പറ്റിയത് ഇതുപോലുള്ള പെയിൻറ്റ് ബക്കറ്റുകൾ നട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം മഴയുള്ള സമയമായതുകൊണ്ട് നമുക്ക് മഴ ഓവർ നിൽക്കുന്ന സമയത്ത് നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂട്ടിൽ നമ്മൾ ഈ മൂട് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് വെച്ചൊന്ന് റാപ്പ് ചെയ്ത് വിടാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഓവർ ഇതിൻ്റെ മൂട്ടിൽ കൂടുതൽ വെള്ളം കെട്ടാത്ത രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് ഓവർ മഴ നിന്ന് പെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു അഴുവാനുള്ളൊരു ടെൻഡൻസി ചിലപ്പോൾ ഉണ്ട് ഇതിൽ എവിടെയെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കൂടുതൽ നമ്മൾ ടൈറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസിൽ കൂടുതൽ വെള്ളം അതിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മഴ ഓവറായിട്ട് നിന്ന് പെയ്താൽ മാത്രം. ഓക്കെ, അല്ലാത്ത സമയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ ഒരു കെയറാണ്. പിന്നെ നമുക്ക് ഇനി അടുത്ത് മഴയൊക്കെ സമയമായപ്പോൾ വീണ്ടും നിറച്ച് തിളുന്തലകളൊക്കെ എൻ്റെ തിളുന്തല ലീഫ് എന്ന് പറയുന്നത് ഈ സ്റ്റെം തന്നെയാണ്. ഇതാണ് എൻ്റെ ലീഫ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ആ ഒരു കുഞ്ഞു ഇതിനെയാണ് ലീഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ തോൺസാണ് ഇതിൽ ലീഫ് വരുന്നത്, അല്ലാതെ ഇതിൻ്റെ സ്റ്റെമ്മാണ് ഈ പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത് നീണ്ട് നിറച്ച് പുതിയ ഇത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പുതിയ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഫ്ലവർ വന്നതിൻ്റെ പാർട്ടെല്ലാം നമ്മളിവിടെ ഇതായാലും കട്ട് ചെയ്ത് വിടണം. ഈ കട്ട് ചെയ്ത് വിടുന്ന ഭാഗത്ത് നിന്നകത്ത് വീണ്ടും പുതിയതായിട്ട് വരുന്നതിലൊക്കെ നിറച്ച് പൂക്കൾ വരും. ഇനിയിപ്പോൾ അടുത്ത പൂക്കൾ വരാനുള്ളൊരു ടൈം ആകുന്നതിന് മുന്നേ നമ്മൾ കുറേ കെയർ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കൊടുക്കാനുള്ള കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നമ്മളെ കടലപ്പിണ്ണാക്കും അതുപോലെ എല്ല് പൊടിയും കടലപ്പിണ്ണാക്കൊക്കെ നമുക്കിതിൽ കൊടുക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് 2 ആഴ്ചയിലൊരിക്കൽ അങ്ങനെയൊക്കെ നമുക്ക് മാറി മാറി ഇത് പ്രയോഗിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ പൂക്കൾ കിട്ടാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് പലതും ഇതുപോലെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ഇവിടെ നിന്ന് കൊറിയർ അയക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 15ഓളം വെറൈറ്റീസ് ഉണ്ട്. ഈ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. 9809806874 എന്നുള്ള വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, മെസ്സേജ് അയക്കുമ്പോൾ നമ്മളൊരു കാറ്റലോഗ് അയച്ചു തരും. ആ കാറ്റലോഗിനകത്ത് ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊരു സെക്ഷൻ, ഫ്രൂട്ട്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 10-15ഓളം വെറൈറ്റീസ് നമ്മളിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അത്യാവശ്യം കൂടുതൽ ആൾക്കാർ ഓർഡർ ചെയ്യുന്ന അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് മലേഷ്യൻ റെഡ് പോകുന്നുണ്ട്. പിന്നെ ഒരു പലോറയുണ്ട്. ഇതൊക്കെ നമ്മൾ നിൽക്കുന്നത് മലേഷ്യൻ റെഡും അമേരിക്കൻ ബ്യൂട്ടി. ആ സൈഡിൽ നിൽക്കുന്നതൊക്കെ അമേരിക്കൻ ബ്യൂട്ടീസാണ്. ഇതെല്ലാം ഫ്ലവറുള്ള പ്ലാന്റ്സ് ആയിരുന്നു. ഫ്ലവറുള്ള സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവറുള്ളത് കാണിക്കാൻ വേണ്ടിയില്ല ഈ ടൈമിൽ. അടുത്ത് ഇതൊക്കെ നമ്മളെല്ലാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ യെല്ലോ ആണ്, പലോറയാണ്. പലോറയിൽ കുറച്ച് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ. കണ്ട, ഫ്ലവേഴ്സ് കുറച്ച് വരുന്നുണ്ട്. കണ്ട, ഇതിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് നിൽപ്പുണ്ട്. പലോറയിൽ മാത്രമാണ് ഇപ്പോൾ ഫ്ലവർ നിൽപ്പുള്ളത്. ബാക്കിയുള്ളതിലൊന്നും ഇപ്പോൾ ഇല്ല. അത് ഓരോ ടൈമിലാണ് വരുന്നത്. ഇനി അടുത്ത അതിലേക്ക് ആവാൻ ടൈം ആവുമെന്ന് തോന്നുന്നു. അതിനായി വരുമ്പോഴേ നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റും. ഇതിലെല്ലാം ലാസ്റ്റ് പൂ ഉണ്ടായിരുന്ന പ്ലാന്റാണ്. കണ്ട, ഇതിലൊക്കെ പൂ നിന്നിട്ട് പോയതാണ്. അതൊക്കെ മുട്ടിപ്പോയ സ്ഥലങ്ങളാണത്. പിന്നെ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. 9809806874 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ കൊറിയർ അയക്കുന്നുണ്ട്. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ.